അങ്ങനെ നമ്മുടെ പാസ്പോർട്ടിൽ ബാക്കിയുള്ള രാജ്യങ്ങളുടെ വിസ സ്റ്റാമ്പ് ചെയ്യേണ്ട ദിവസമായി. അങ്ങനെ സാക്ക് നമ്മളോട് വന്നു പറഞ്ഞു, ഇനിയിപ്പം ഇത് കൊടുക്കണം, ഓരോ രാജ്യത്തിൻ്റെതായിട്ട് നമുക്ക് സ്റ്റാമ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഓരോ ദിവസം ആകുമ്പോഴും ഞങ്ങൾ എന്താണ് ഇതിൻ്റെ അപ്ഡേഷൻ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സാക്കിനെ പുള്ളിക്കാരനെ വിളിക്കും. പിന്നീട് ഞങ്ങൾ ഈ കാര്യം ചോദിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു ഗൗരവമായ രീതിയിലൊക്കെ സംസാരം വന്നു തുടങ്ങി. കംബോഡിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഡ്രഗ് കേസുകളിൽ ഒരുപാട് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ അവരിങ്ങനെ ഓരോ ദിവസവും പെടുന്നുണ്ട്. അപ്പം നിങ്ങളെ ചീറ്റ് ചെയ്യാനാണ്, പെടുത്താനാണ് എങ്കിൽ എനിക്ക് അതുപോലൊരു കാര്യം നിങ്ങളോട് ചെയ്താൽ മതി. അതായത് ഞങ്ങളെയും ആ ഒരു രീതിയിലേക്ക് കൊടുക്കാൻ അവൻ തയ്യാറാണ് എന്നുള്ള ഒരു ധ്വനി അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ഇത് ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥ. ഞങ്ങൾക്ക് നേരെ ഇതുപോലെ എന്തെങ്കിലും അലിഗേഷൻസ് ആരോപിച്ച് പോലീസോ അല്ലെങ്കിൽ മിലിറ്ററിയോ ആരെങ്കിലും വരുമോ എന്നുള്ള പേടി. ആ ഒരു ഇരുണ്ട മുറിയിൽ ടോർച്ചർ അനുഭവപ്പെട്ട് കിടന്ന ആളുകളുടെ ഒരു മാനസികാവസ്ഥയിലേക്ക് ഞങ്ങളും പോകുന്നുണ്ടോ എന്നൊരു തോന്നൽ ഞങ്ങൾക്ക് തോന്നി തുടങ്ങി. ബോർഡർ വരെ അങ്ങനെ വിശ്രമമില്ലാതെ നമ്മൾ സൈക്കിൾ ഓടിച്ച് വന്നതല്ലേ. പിന്നെ ഇനിയിപ്പോൾ പോകേണ്ടത് നമുക്ക് സിയാം റിപ്പ് എന്ന് പറയുന്ന ആ ടൗണിലേക്കാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ പ്രസിദ്ധമായിട്ടുള്ള അങ്കോർ വാട്ട് ടെമ്പിളൊക്കെ ഉള്ളത് കംബോഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിയാം റിപ്പ് ആണ് ടൂറിസ്റ്റുകളുടെ ഒരു മെയിൻ ഏരിയ ആണ്. ഇവിടെ നിന്ന് കുറച്ചധികം മണിക്കൂർ യാത്രയുണ്ട് സിയാം റിപ്പിലേക്ക്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു സൈക്കിൾ എന്തായാലും ഇവിടെ നിന്നും ഈ സാധനം അങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, നമുക്ക് അങ്ങനെ ചെയ്യാം. നിങ്ങൾ അദ്ദേഹം വണ്ടിയായിട്ടാണ് വന്നത്, അപ്പോൾ വണ്ടിയിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേരും വണ്ടിയിലും സൈക്കിൾ ഞങ്ങളുടെ പുറകെ ആയിട്ട് നമ്മൾ നേരെ സിയാം റിപ്പിലേക്ക് പോയി. അവിടെ വൈകുന്നേരത്തോടു കൂടി ഞങ്ങൾ അവിടെ എത്തി. അവിടുത്തെ ഹോട്ടലിൽ റൂം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അവിടെ സൈക്കിൾ എത്തി. ഇനിയിപ്പോൾ നമ്മൾ സിയാം റിപ്പ് ടൗണും അതുപോലെ തന്നെ ഈ ഒരു അങ്കോർ വാട്ട് ടെമ്പിളും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് നെക്സ്റ്റ് ഡേ. അങ്കോർ വാട്ട് ടെമ്പിളിനെ പറ്റി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഹിന്ദു ടെമ്പിളാണത്. അതുകൂടാതെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു ടെമ്പിളാണ്. അങ്ങോട്ടേക്ക് പോകുമ്പം ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് $25. അപ്പം $25 ടിക്കറ്റ് ഞങ്ങൾ ഓൾറെഡി കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. വലിയ ഏക്കർ കണക്കിനൊരു ഏരിയയാണ് ഈ പറയുന്ന അങ്കോർ വാട്ട് ടെമ്പിൾ എന്നുള്ളത്. ഒരു കവാടത്തിൽ ശരിക്കും ഒരു പ്രതിമയുണ്ട്. ആ ഒരു പ്രതിമ ശരിക്കും അത് കണ്ടപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ കിങ്കോങ് സിനിമയില്ലേ, കിങ്കോങ് സിനിമയിൽ കണ്ട ആ ഒരു സെറ്റ് പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ആ ഒരു കിങ്കോങ് സിനിമയുടെയൊക്കെ റെഫറൻസ് എന്ന് പറയുന്നത് ഈ ഒരു ടെമ്പിളും അതിൻ്റെ പരിസരങ്ങളൊക്കെ ആയിരുന്നു എന്നുള്ളത്. പല തരത്തിലുള്ള ബിൽഡിങ്ങുകൾ അങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് കിടക്കുകയാണ്. ആദ്യമേ ആ ഒരു അമ്പലം നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്ന രാജവംശം പണിതീർത്തതാണ് എന്നാണ് പറയുന്നത്. ഒരു വിഷ്ണു ടെമ്പിൾ ആണെന്നാണ് പറയപ്പെടുന്നത്. വർഷങ്ങളോളം കാടിന് നടുവിൽ കിടന്നുകൊണ്ട് തന്നെ ആ ഒരു ടെമ്പിളിൻ്റെ അതിൻ്റെ നിർമ്മിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരിങ്കല്ലുകളൊക്കെ കൊണ്ടാണ്. അങ്ങനെ ഒരു ദിവസം മുഴുവൻ ഞങ്ങൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. ഒരുപാട് കാഴ്ചകൾ അവിടുത്തെ കണ്ടു. ശരിക്കും പെട്ടെന്ന് ഈ ഒരു യാത്രയുടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഏരിയയിലേക്ക് ചെന്നെത്തിപ്പെട്ട പോലെയും കുറേ വർഷങ്ങൾ, നൂറ്റാണ്ടുകൾ ഞങ്ങൾ പുറകിലോട്ട് പോയ പോലെയൊക്കെ ആ ഒരു ദിവസം ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. അങ്ങനെ വൈകുന്നേരത്തോടു കൂടി ഞങ്ങൾ തിരിച്ച് നമ്മളുടെ ഹോട്ടലിലേക്ക് വന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ സിയാം റിപ്പ് ടൗണ്, അവിടുത്തെ ഒരു മാർക്കറ്റ്, അവിടെ ഒരു സ്പെഷ്യൽ മാർക്കറ്റ് ഉണ്ട്. അപ്പം അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ആ ഒരു മാർക്കറ്റ് റോഡിൽ ചെല്ലുമ്പോൾ നോർമലായിട്ട് നമ്മൾ തായ്ലൻഡിൽ കണ്ട കാഴ്ചകളൊക്കെ ഉണ്ട്. പ്രോസസ്സ് ചെയ്ത മീനുകളും വളരെ ടേസ്റ്റോടെ കഴിക്കുന്ന, എന്നാൽ നമുക്ക് വളരെ അരോചകമായിട്ട് തോന്നുന്നുള്ള മീനുകളുടെ പല അച്ചാറുകളൊക്കെ അവിടെയുണ്ട്. പക്ഷെ അതൊന്നുമല്ല അവിടുത്തെ സ്പെഷ്യാലിറ്റി. ഞാൻ ഇതുപോലൊരു സ്വർണ്ണ മാർക്കറ്റ് വേറെ എവിടെയും കണ്ടിട്ടില്ല. അതായത് സ്വർണം ഇങ്ങനെ തട്ടായിട്ട് നമ്മളുടെ മീൻകടകളൊക്കെ കാണില്ല, അതുപോലെ പല തട്ടുകളിലായിട്ട് സ്വർണവും അതുപോലെ വജ്രാഭരണങ്ങൾ അതൊക്കെയാണ് പ്രധാനമായിട്ടും വിൽക്കുന്ന ഒരുപാട് ഇതുപോലുള്ള ഷോപ്പുകളുള്ള ഒരു മാർക്കറ്റ് ഏരിയ. അവിടെ അന്ന് ചെന്ന് ഞങ്ങൾ വില ചോദിച്ചാൽ ഞങ്ങളുടെ കണ്ണ് തള്ളിപ്പോയി. കാരണം നമ്മുടെ നാട്ടിലുള്ളതിൻ്റെയൊക്കെ പകുതി വിലയൊക്കെയാണ് അവർ പറയുന്ന ഈ ഒരു പവൻ്റെ റേറ്റൊക്കെ വരുന്നത്. പക്ഷെങ്കിൽ അതിൻ്റെ അകത്ത് എത്രമാത്രം ക്വാളിറ്റി ഉണ്ടെന്നോ എത്രമാത്രം ക്യാരറ്റ് ഉണ്ടോ എന്നുള്ളതൊന്നും അതിനൊന്നും വലിയ ഉറപ്പൊന്നുമില്ല. എന്തായാലും സിയാം റിപ്പിൽ ഈ ഒരു മാർക്കറ്റ് ആ ഒരു മേഖലയിലും പിന്നെ പുറത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റുകൾക്കിടയിലും കുറച്ചധികം ഫേമസ് ആയിട്ടുള്ളൊരു കാഴ്ചയാണ്. അതിനുശേഷം അന്ന് വൈകിട്ടോടു കൂടി അവിടെ ഒരു, നമ്മുടെ നാട്ടിലൊക്കെ ഈ കാർണിവൽ നടക്കില്ലേ, അതുപോലെ കാർണിവൽസ് അവിടെ നടക്കുന്നുണ്ട്. അപ്പം അവിടെ
അവിടുത്തെ ഷോപ്പുകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികവും അവിടെയൊക്കെ സ്ത്രീജനങ്ങളാണ് അധികം ഷോപ്പുകളിലുള്ളത്. അപ്പോൾ അവിടെ പല വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ കണ്ട ഒരു വിഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുട്ടയില്ലേ, ഈ മുട്ടയ്ക്കകത്ത് കുഞ്ഞായ മുട്ട, അതിൻ്റെ അകത്ത് കോഴിക്കുഞ്ഞുണ്ടാവും, ആ ഒരു മുട്ട അവർ പുഴുങ്ങിയിട്ട് അത് വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു സാധനമൊക്കെ ഞങ്ങൾക്ക് അന്നത്തെ ദിവസം കാണാൻ പറ്റി. നമ്മൾ ഈ ഒരു സിയാം റീപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് വേറൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു കംബോഡിയയിലുള്ള വ്യക്തി സാക്ക്, അപ്പം അദ്ദേഹത്തിൻ്റെ ഗ്രാമം ഇതിനോട് ചേർന്നിട്ടാണ്. അപ്പോൾ ആ ഒരു ഗ്രാമത്തിലേക്ക് പോവാം, ഗ്രാമത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാമെന്നുള്ളത് ഞങ്ങളോട് മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതിൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തു കൂടിയാണ് വന്നത്. അപ്പം വന്ന അന്ന് മുതൽ ഞങ്ങൾ ഗ്രാമത്തിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇദ്ദേഹം നാളെ ആവട്ടെ മറ്റന്നാൾ ആവട്ടെ എന്ന് ഞങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഞങ്ങൾ എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തീർത്തിട്ട് പോകാം എന്നുള്ള രീതിയിൽ അങ്ങനെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറയാൻ തുടങ്ങി നമുക്ക് എന്തായാലും പോകണം എന്നുള്ളത്. അപ്പോൾ ഓക്കെ, അദ്ദേഹം പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് ഗ്രാമത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. ഗ്രാമം എന്ന് പറയുന്നത് ശരിക്കും നമ്മളുടെ ഒരു കുട്ടനാടിൻ്റെയൊക്കെ ഫീല് തരുന്ന, എന്നാൽ അത്രമാത്രം വെള്ളമില്ലാത്ത കൃഷിയിടങ്ങൾ, നെൽകൃഷിയൊക്കെ തന്നെയാണ് മെയിനായിട്ടുള്ളത്. പനകളുണ്ട്, തെങ്ങുണ്ട്, അതുപോലുള്ള ഗ്രാമ ഏരിയ. അതുകൂടാതെ ഈ പോകുന്ന വഴിയിലൊക്കെ ഉണ്ടല്ലോ കപ്പകൃഷി, കസാവ എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ കപ്പകൃഷിയൊക്കെ നമുക്ക് ഏക്കർ കണക്കിന് ഏരിയയിൽ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലേക്ക് എത്തി. ഇത് ശരിക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വീടാണ്. അപ്പം അവിടെ എത്തി അവിടുത്തെ വീട്ടുകാരും ഒക്കെ ആയിട്ട് പരിചയപ്പെട്ടു. ഭാഷ അറിയില്ല കേട്ടോ, അദ്ദേഹത്തിൻ്റെ വൈഫിന് വന്നിട്ട് ഇംഗ്ലീഷ് അറിയാം, ബാക്കി ആർക്കും ഭാഷകളൊന്നും അറിയില്ല. എന്നാലും ആംഗ്യ ഭാഷകളൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അതിനുശേഷം ഇവരുടെ ഒരു കസാവത്തോട്ടമുണ്ട്. അപ്പം ആ ഒരു കസാവത്തോട്ടത്തിലേക്കും അതുകൂടാതെ അതിന് നടുക്ക് ഇവർക്കൊരു വീട് അല്ലാതെ ഉണ്ട്. അപ്പോൾ ആ ഒരു വീട്ടിലോട്ടൊക്കെ ഞങ്ങൾ പോയി. അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഒരു മരം കൊണ്ടുണ്ടാക്കിയ കാലുകളാണ്. 4 കാലിൽ തട്ടടിച്ചിട്ട് ആ തട്ടിൻ്റെ മേലെയാണ് വീട്. ഈ തട്ടിൻ്റെ താഴെ ഭാഗത്ത് ശരിക്കും ഒരു എംറ്റി സ്പേസ് ആണ്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അവിടെയൊക്കെ വെള്ളം കയറുന്ന സ്ഥലങ്ങളാണ്, അതുകൊണ്ടാണ് അവരിങ്ങനെ വീടുകളൊക്കെ പണിയുന്നത് എന്ന് ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ഒരു ഗ്രാമമായിട്ടും സാക്കിൻ്റെ കുടുംബമായിട്ടൊക്കെ വളരെ അടുപ്പത്തിലായി. ആ ഒരു സമയത്താണ് ഇദ്ദേഹം ഞങ്ങളുടെ മുമ്പിലൊരു സജഷൻ വെക്കുന്നത്. എന്തായാലും നിങ്ങൾ ഇത്രയധികം രാജ്യങ്ങൾ പോകാനുള്ള പ്ലാനല്ലേ, അപ്പോൾ ഓരോ രാജ്യത്തിൻ്റെ വിസയ്ക്ക് വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്യുക, കാത്തു നിൽക്കുക എന്നൊക്കെ ഉള്ളത് ഈ സൈക്കിൾ ചെയ്ത് പോകുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അതൊരു ബുദ്ധിമുട്ടാവും. അപ്പം മാക്സിമം കൂടുതൽ ടൈമിൽ വിസ കിട്ടുന്ന രീതിയിൽ എല്ലാ രാജ്യങ്ങളുടെയും വിസ ഇവിടെ വെച്ച് സ്റ്റാമ്പ് ചെയ്ത് തരാം. ഇദ്ദേഹത്തിന് എന്തായാലും ഗവൺമെൻറ് തലത്തിൽ ഹോൾഡ് ഉണ്ട്, ഇമിഗ്രേഷനിൽ ഹോൾഡൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടുവാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നല്ലതായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം ഞങ്ങൾക്കും തോന്നി അതെ. അതുകൂടാതെ അദ്ദേഹം പറഞ്ഞു ഇവിടെ നിന്നും ഗ്രൂപ്പ് ടൂറുകൾ ജപ്പാനിലേക്ക് പോകാറുണ്ട്. അത് റൈഡേഴ്സായിട്ടൊക്കെ ആയിട്ടുള്ള ആളുകൾ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് കൂടി നിങ്ങൾക്ക് പോകാം. നിങ്ങൾ ഈ ഒരു കൺട്രി കവർ ചെയ്ത് വന്നതിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ് ആകുന്ന സമയത്ത് ആണെങ്കിൽ നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങളുടെ സൈക്കിൾ അടക്കം അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ, എന്തായാലും ഇത്ര റൈഡേഴ്സൊക്കെ പോകുന്നതാണ്, അവരുടെ ബൈക്ക് കാര്യങ്ങളൊക്കെയും അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്കും പോകാം, ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങളെ സംബന്ധിച്ച് ജപ്പാൻ നിങ്ങൾക്കറിയാലോ, ജപ്പാൻ എപ്പോഴും നമ്മളെപ്പോലുള്ള യാത്രികരെ സംബന്ധിച്ച് വളരെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷനാണ്. അതും സൈക്കിളും കൊണ്ട് ജപ്പാനിലോട്ടൊക്കെ പോകാൻ പറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പല സന്തോഷം വേറെയില്ല. എന്തായാലും നമ്മൾ ഈ ഒരു ഹോൾഡ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയും ചെയ്തു. അവിശ്വസിക്കേണ്ട ഒരു കാര്യവുമില്ല. അതുകൂടാതെ ഫാമിലിയൊക്കെ കണ്ടു, അവരൊക്കെ നമ്മളോട് വളരെ സ്നേഹത്തോടെയാണ്. എന്തായാലും ഞങ്ങൾ പറഞ്ഞു ഓക്കെ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഞാൻ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യണം. അപ്പം അതിനായിട്ട് കുറച്ച് എമൗണ്ടുകൾ, കാരണം ഇത്രയും ദിവസം യാത്രയ്ക്കും ഈ എമൗണ്ടുകൾ ഞങ്ങൾ തന്നെയാണ് ചിലവാക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിങ്ങിന് ഇതിനും വേണ്ടിയിട്ട് എമൗണ്ട് വേണം എന്ന് പറഞ്ഞു. ഓക്കെ, ഞങ്ങളുടെ കയ്യിലുണ്ടായ കുറച്ച് പൈസ ഞങ്ങൾ കൊടുത്തു. അതിനുശേഷം ഇനിയിപ്പം നിങ്ങളുടെ യാത്ര നിങ്ങൾക്ക് തനിച്ച് തുടരാം. എന്തായാലും ഇതിൻ്റെ ഒരു ഡേറ്റ് ഒക്കെ ആവുന്ന സമയത്തേക്ക് ഞാൻ അറിയിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നൊംപെയിൻ എന്ന് പറയുന്ന സ്ഥലം ഈ ഒരു കംബോഡിയയുടെ തലസ്ഥാന നഗരിയാണ്. അപ്പം അവിടെ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് ഞങ്ങളോട് പറഞ്ഞു. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സൈക്ലിങ് തുടങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഈ ഒരു പറയുന്ന ഡീറ്റെയിൽസ് കാര്യങ്ങളും ഒക്കെയും കൊടുത്ത് അവരുടെ കുടുംബത്തിനോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് വീണ്ടും ഞങ്ങളുടെ തനിച്ചുള്ള സൈക്ലിങ് യാത്ര പുനരാരംഭിച്ചു. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ.
അങ്ങനെ ഞങ്ങൾ നൊംബൈനിലേക്കുള്ള യാത്ര തുടങ്ങി. ഈ ഒരു കംബോഡിയയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത്രയും പോയ പോലല്ല, അതായത് ഇവിടെ റൈറ്റ് സൈഡിലാണ് നമ്മൾ റൈഡ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു റൈഡിങ് കൾച്ചറിൻ്റെ ഒരു വ്യത്യാസമുണ്ടായിരുന്നു. തുടക്ക സമയത്ത് ഈ ഒരു വളവെടുക്കാനൊക്കെ ഞങ്ങൾക്കൊരു സംശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് വളരെ ക്ലിയറായി. കൂടാതെ നമ്മളുണ്ടല്ലോ തായ്ലൻഡിൽ കണ്ടതുപോലല്ല, ഇവിടെ അത്ര വീതിയുള്ള റോഡുകളല്ല, ചെറിയ ഇടുങ്ങിയ റോഡുകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ രാജ്യം അത്ര സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്നില്ല എന്നുള്ളത് നമുക്ക് ആ ഒരു റോഡുകളുടെ കാഴ്ചയൊക്കെ കാണുമ്പം മനസ്സിലാവും. അങ്ങനെയുള്ള യാത്രക്കിടയിൽ ഞാൻ പറഞ്ഞു ഞങ്ങൾ 3 പേരാണ് പോയിട്ടുള്ളത് എന്നുള്ളത്. അപ്പം നിഷാനെ പറ്റി പറയണം. നിഷാന 3 കുട്ടികളുടെ അമ്മയാണ്. അപ്പം ഇതുപോലെ യാത്രകൾ ചെയ്യാൻ, അഡ്വഞ്ചർ യാത്രകൾ ചെയ്യാൻ വളരെയധികം താല്പര്യപ്പെടുന്ന ഒരാളാണ്. ഈ ഒരു യാത്രക്കിടയിൽ നിഷാനയ്ക്ക് ഒരു പരിക്ക് പറ്റി. എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോകുന്ന വഴിയിൽ ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു. അങ്ങനെ നിഷാന സൈക്കിളിൽ നിന്ന് വീണ് കാല് സൈക്ലിങ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കുറച്ച് നീര് വന്ന് ഒരു തൊലിയൊക്കെ പോയി ആകെ പ്രശ്നമായി. ആ ഒരു സമയത്താണ് ഞങ്ങൾ അവിടുത്തെ ഈ ഒരു, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ കംബോഡിയയിൽ ബുദ്ധിസ്റ്റുകളാണ് കൂടുതലുള്ളത്. അപ്പോൾ ബുദ്ധവിഹാരങ്ങൾ പോകുന്ന വഴിയിൽ പല സ്ഥലങ്ങളിലും ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് വന്നു, മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളൊരിത് വന്നപ്പം എന്തായാലും ഞങ്ങൾ അടുത്തൊരു ബുദ്ധിസ്റ്റ് കേന്ദ്രത്തിൽ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന അതുപോലൊരു ബുദ്ധവിഹാരത്തിൽ കയറി. അപ്പോൾ അവർ ഞങ്ങളെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച് ഞങ്ങൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ തന്നു, നിങ്ങൾക്ക് ടെൻറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ റൂംസ് അവൈലബിൾ ആണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു എന്തായാലും അവർ ബുദ്ധിമുട്ടിക്കണ്ട. അവിടെ ഒരു ഹട്ടുകൾ, അതിൻ്റെ മുമ്പിൽ തന്നെ ഈ ഓടകൾ കൊണ്ടുണ്ടാക്കിയേക്കുന്ന ഹട്ടുകളുണ്ട്. അതുപോലൊരു ഹട്ടിൽ ഞങ്ങളുടെ ടെൻറ്റ് തന്നെ പിച്ച് ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ഒരു 2 ദിവസം അവിടെയായിരുന്നു ഞങ്ങൾ റെസ്റ്റ് ചെയ്തത്. വൈകുന്നേരങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും അവർ നൂഡിൽസ് പ്രധാനമായിട്ടുള്ളതാണ്. നൂഡിൽസൊക്കെ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരും, ഞങ്ങളത് കഴിക്കും. അതുകൂടാതെ ഞങ്ങളുടെ കയ്യിൽ കുക്ക് ചെയ്യാനുള്ള സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ അങ്ങനെയൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് ആ ഒരു 2 ദിവസം അവിടെ റെസ്റ്റ് എടുത്ത് വീണ്ടും ഞങ്ങൾ സൈക്ലിങ് പുനരാരംഭിച്ചു. ആ ഒരു യാത്രയിൽ വെച്ച് തന്നെ നമ്മളുടെ നാട്ടിൽ നമ്മളുടെ പഴംപൊരി ഇല്ലേ, അതുപോലെ തന്നെ അവരുടെ നാട്ടിലും ഒരു പഴംപൊരി ഉണ്ട് എന്നുള്ളതും ഞങ്ങൾ മനസ്സിലാക്കി. അപ്പം ആ ഒരു പഴംപൊരി ശരിക്കും ഒരു ഭയങ്കര ക്രിസ്പിനെസ് ആയിട്ടുള്ള ഭയങ്കര രസമുള്ള ഒരു സാധനമായിരുന്നു. അപ്പോൾ പിന്നീടുള്ള യാത്രയിൽ ഈ ഒരു പഴംപൊരിയുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിക്കുക, അവിടെ നിന്നും ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ഇടസമയങ്ങളിൽ പഴംപൊരി കഴിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള കാഴ്ചകൾ കണ്ട് ഞങ്ങളങ്ങനെ നൊംപെയിൻ എന്ന് പറയുന്ന തലസ്ഥാന നഗരിയിലേക്ക് എത്തിച്ചേർന്നു. അവിടെ ഞങ്ങൾക്ക് വേണ്ടി താമസത്തിനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങൾ സാക്ക് തന്നെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ ഓണർ ഒരു എമിഗ്രേഷൻ ഓഫീസർ ആണ് എന്നുള്ളതാണ്. അപ്പം ഞങ്ങൾ അവിടെയാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ താമസിച്ചത്. അങ്ങനെ നമ്മുടെ പാസ്പോർട്ടിൽ ബാക്കിയുള്ള രാജ്യങ്ങളുടെ വിസ സ്റ്റാമ്പ് ചെയ്യേണ്ട ദിവസമായി. അങ്ങനെ സാക്ക് നമ്മളോട് വന്നു പറഞ്ഞു, ഇനിയിപ്പം ഇത് കൊടുക്കണം, ഓരോ രാജ്യത്തിൻ്റെതായിട്ട് നമുക്ക് സ്റ്റാമ്പ് ചെയ്തെടുക്കണം. അപ്പം ഞങ്ങൾ ഇത്രയും ദിവസങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ ഇദ്ദേഹത്തിനുള്ള ബോർഡറിലൊക്കെയുള്ള ഹോൾഡും, അതുകൂടാതെ നമ്മളിപ്പോൾ താമസിക്കുന്നത് ഇവിടെയുള്ളൊരു ഇമിഗ്രേഷൻ്റെ ഓഫീസറുടെ ഹോട്ടലാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പുള്ളീനെ അവിശ്വസിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഞങ്ങൾ പാസ്പോർട്ട് കൊടുത്തു. ഇനിയിപ്പം അടുത്ത കൺട്രികളുടെ സ്റ്റാമ്പ് ചെയ്ത് കിട്ടാനുള്ള ഒരു വെയിറ്റിങ്ങിലാണ്. എന്തായാലും ഞങ്ങളുടെ കയ്യിൽ പാസ്പോർട്ടില്ല, അതുകൊണ്ട് തന്നെ അധിക ദൂരം വേറെ രാജ്യമാണല്ലോ പോകേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. തൊട്ടടുത്തുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെയുള്ളൊരു ജയിലിനെ പറ്റി അറിഞ്ഞത്. ശരിക്കും ഒരുപാട് ആളുകളെ കൊന്നൊടുക്കിയ ഒരു ജയിലാണത് പോൾപോട്ടിൻ്റെ കാലത്ത്. അതിപ്പോഴൊരു മ്യൂസിയമാണ്. ടുവോസ്ലങ് ജെനിസൈഡ് മ്യൂസിയം എന്ന് പറയുന്ന നമ്മളുടെ പോൾപോട്ടിൻ്റെ കാലത്ത് 75 മുതൽ 79 വരെ 10,000-കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയിട്ടുണ്ടായിരുന്ന ഒരു ജയിലാണത്. അവിടേക്കാണ് ഞങ്ങൾ പോയത്. അവിടെ ചെല്ലുമ്പം ഉള്ള കാഴ്ച എന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിലേക്കൊരു ഹയർ സെക്കൻഡറി സ്കൂളുകളില്ലേ, അതുപോലൊരു സ്കൂൾ തന്നെയായിരുന്നു അത് ഈ ഒരു കാലഘട്ടം വന്നപ്പം ആളുകളെ ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ ആളുകളെ കൊല്ലാക്കൊല ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രമാക്കി മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ നമുക്കൊരു എൻട്രി ഫീ ഉണ്ട്, ഒരു $25 നമ്മൾ അവിടെ പേ ചെയ്യണം. അതിനുശേഷം നമുക്കതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാനായിട്ട് പോകാം. ശരിക്കും ഞാൻ ഈ ഒരു ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ പറ്റിയും അതിൻ്റെ കാഴ്ചകളൊക്കെ സഞ്ചാരത്തിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പം അത് കാണുമ്പം തന്നെ നമ്മൾ അത്ര ഒരു ഫീലോടെ ഭീകരതയോടെ കണ്ട കാര്യങ്ങളാണ്. അതുപോലൊരിടം, അതിൻ്റെ ഒരു പ്രാകൃതമായിട്ടുള്ള ഒരിടം നേരിട്ട് കണ്ട അവസ്ഥയായിരുന്നു. അതായത് ഈ ഒരു ഭരണകൂടത്തിനെതിരെ പ്രവർത്തിക്കുന്നു എന്ന് ആളുകൾക്ക് സംശയം തോന്നുന്ന ആളുകളെ അവിടെ താമസിപ്പിച്ച് ചൂഷണം ചെയ്ത് കൊല്ലുക, അതാണ് അവിടെ ശരിക്കും നടന്നുകൊണ്ടിരുന്നത്. ഒരാൾക്ക്
താമസിക്കാനുള്ള സെല്ലുകൾ, പല സെല്ലുകളുണ്ട്. ഒരു സെല്ലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ ഒന്ന് വിടർത്തി നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്ഥലങ്ങളിൽ ചെറിയ കൂടുകളിൽ അടച്ച് ഒരുപാട് മനുഷ്യർ മരിച്ചു പോയ ഒരു ഏരിയ, ഒരു സ്കൂളായിരുന്നു അത്. അവിടെ ചെന്ന് അതിനുള്ളിലേക്ക് കയറിയപ്പോൾ ശരിക്കും എന്തൊന്നില്ലാത്ത ഒരു വീർപ്പുമുട്ടലാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. അതിനുശേഷം പിന്നീട് അവിടെ ഒരുപാട് തലയോട്ടികൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ട്, ഒരു ഹോളിൽ. ശരിക്കും ഓരോ തലയോട്ടികളും ഞങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടലുകളാണ്. അതായത് വെടിവെച്ച് കൊല്ലാതെ ഇരിക്കാനായിട്ട് ആളുകളെ അടിച്ചു കൊല്ലുക, തലക്കടിച്ച് കൊല്ലുക എന്നുള്ളൊരു സിസ്റ്റം ഫോളോ ചെയ്തിട്ട് എല്ലാ സ്കള്ളും ബ്രേക്ക് ആയിട്ടുള്ള കാഴ്ചകളും നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും വല്ലാത്തൊരു അനുഭവമാണ് ആ ഒരു ജയിൽ ഞങ്ങൾക്ക് സമ്മാനിച്ചത്. പിന്നീട് അവിടെയുള്ള ചെറിയ ചെറിയ കാഴ്ചകളിലോട്ടൊക്കെയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോ ദിവസം ആകുമ്പോഴും ഞങ്ങൾ എന്താണ് ഇതിൻ്റെ അപ്ഡേഷൻ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സാക്കിനെ പുള്ളിക്കാരനെ വിളിക്കും. അദ്ദേഹത്തിൻ്റെ ഇങ്ങോട്ടേക്കുള്ള വിളികൾ കുറഞ്ഞു, ഞങ്ങൾ അങ്ങോട്ടേക്കായിട്ട് വിളിക്കാനായിട്ട് തുടങ്ങി. ആദ്യമൊക്കെ നമ്മളോട് ഇന്ന ദിവസം ഇന്ന ഡേറ്റ് അങ്ങനെ പല ഇതുകളും പറഞ്ഞ് ഇന്ന് നാളെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ മുന്നോട്ടേക്ക് പോവുകയാണ്. ഇന്ന രാജ്യത്തിൻ്റെതിലായിട്ട് കഴിഞ്ഞു, സ്റ്റാമ്പിങ് കഴിഞ്ഞു, ഇനിയിപ്പം അടുത്ത രാജ്യത്തിൻ്റെതാണ്. അങ്ങനെ ഓരോ ദിവസങ്ങൾ നമ്മളോട് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിനെല്ലാം വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മളുടെ കയ്യിൽ വേറൊരു കാര്യം നിങ്ങൾ ഓർക്കണം, ഞങ്ങളുടെ കയ്യിൽ പാസ്പോർട്ടില്ല, ഞങ്ങൾക്ക് എവിടേക്കും പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു പേടിയൊക്കെ നമുക്ക് വന്നു തുടങ്ങി. ഇനിയിപ്പോൾ പുറത്തിറങ്ങി നമ്മളെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിൽ പാസ്പോർട്ടില്ല, എന്ത് ചെയ്യും? അപ്പോൾ അതൊരു പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പകൽ പുറത്തേക്ക് ഇറങ്ങുന്ന പരിപാടി നിർത്തിയിട്ട് വൈകുന്നേരമാകുമ്പോൾ അവിടെ മാർക്കറ്റുണ്ട്, മാർക്കറ്റിൽ പോയി ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ, അത് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ വാങ്ങി ആ ഒരു റൂമിലേക്ക് വന്ന് കുക്ക് ചെയ്ത് കഴിക്കുക. ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ പരിപാടി. പിന്നീട് ഞങ്ങളുടെ ഉള്ളിൽ ചെറിയൊരു ഭീതി ഇങ്ങനെ പതുക്കെ വളർന്നു തുടങ്ങി. ഈ പറയുന്ന ദിവസം ഞങ്ങൾക്ക് സ്റ്റാമ്പ് ചെയ്ത് കിട്ടുമോ, ഇദ്ദേഹം ഞങ്ങളെ പറ്റിക്കുകയാണോ എന്നുള്ളൊരു തോന്നലുകൾ ഓരോ ദിവസവും ഇങ്ങനെ മാറി വരുന്നതിനെ ഞങ്ങൾക്ക് തോന്നിത്തുടങ്ങി. പിന്നീട് ഞങ്ങൾ ഈ കാര്യം ചോദിക്കുന്ന സമയത്ത് അങ്ങേരുടെ ഞങ്ങളോടുള്ള ആ ഒരു ടോൺ വ്യത്യാസം വന്നു തുടങ്ങി. ഒരു പേടിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഗൗരവമായ രീതിയിലൊക്കെ സംസാരം വന്നു തുടങ്ങി. ഒരിക്കൽ വിളിച്ച സമയത്ത് ഞങ്ങൾ ദേഷ്യപ്പെട്ട് തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് ഇപ്പോൾ എത്ര അടിച്ചോ ഇല്ലയോ, എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് തന്നാൽ മതി, ഇനിയിപ്പം ഞങ്ങൾക്ക് ഇനിയും കാത്തിരിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ഒരുപാട് നാളത്തെ പ്ലാന് കൊണ്ട് സ്വപ്നം കൊണ്ടും വന്നതാണ്. അതിങ്ങനെ ഓരോ ദിവസത്തെ ഇത് പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോകാൻ ഞങ്ങളെ കൊണ്ടാകില്ല എന്ന് പറഞ്ഞപ്പം, അതായത് ഞങ്ങളുടെ സംസാരത്തിൽ നിങ്ങൾ ഞങ്ങളെ ചീറ്റ് ചെയ്യുന്ന പോലെയാണ് എന്നുള്ള രീതി വരുത്തുന്ന രീതിയിൽ ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവൻ ഞങ്ങളോട് പറയാതെ പറഞ്ഞു, കംബോഡിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഡ്രഗ് കേസുകളിൽ ഒരുപാട് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ പെടുന്നുണ്ട്. അവരിങ്ങനെ ഓരോ ദിവസവും പെടുന്നുണ്ട്. അപ്പം നിങ്ങളെ ചീറ്റ് ചെയ്യാനാണ്, പെടുത്താനാണ് എങ്കിൽ എനിക്ക് അതുപോലൊരു കാര്യം നിങ്ങളോട് ചെയ്താൽ മതി, ഇങ്ങനെ നിർത്തേണ്ട ആവശ്യമില്ല എന്നുള്ളത്. അതായത് ഞങ്ങളെയും ആ ഒരു രീതിയിലേക്ക് കൊടുക്കാൻ അവൻ തയ്യാറാണ് എന്നുള്ള ഒരു ധ്വനി അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ടൊക്കെയുള്ള ദിവസങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു ഭീതിയുടെ നിഴലിലായിരുന്നു. ആ ഒരു ജയിലിൽ ഞങ്ങൾ ആളുകൾ കണ്ട ആ ഒരു ഇരുണ്ട മുറിയിൽ ടോർച്ചർ അനുഭവപ്പെട്ട് കിടന്ന ആളുകളുടെ ഒരു മാനസികാവസ്ഥയിലേക്ക് ഞങ്ങളും പോകുന്നുണ്ടോ എന്നൊരു തോന്നൽ ഞങ്ങൾക്ക് തോന്നി തുടങ്ങി. ഇത് ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥ. ഏത് നിമിഷം വേണമെങ്കിലും ആ ഒരു ഡോറ് തുറന്ന് ഞങ്ങൾക്ക് നേരെ ഇതുപോലെ എന്തെങ്കിലും അലിഗേഷൻസ് ആരോപിച്ച് പോലീസോ അല്ലെങ്കിൽ മിലിറ്ററിയോ ആരെങ്കിലും വരുമോ എന്നുള്ള പേടി. ഒടുവിൽ ഞങ്ങൾ തീരുമാനിച്ചു, എന്തും വരട്ടെ, അവനോട് ഞങ്ങളുടെ പാസ്പോർട്ട് തിരിച്ചതാ, നീ എത്ര രാജ്യത്തിൻ്റെ അടിച്ചോ അത്രയും രാജ്യത്തിൻ്റെ മാത്രം മതി, ബാക്കിയുള്ളത് ഞങ്ങൾ ചെയ്തോളാം, ഇല്ലെങ്കിൽ ഞങ്ങൾ പോവുകയാണ് ഇവിടെ നിന്ന് എന്നുള്ള രീതിയിൽ കടിപ്പിച്ച് പറയുക എന്നുള്ളത്. ഞങ്ങൾ അതുപോലെ തന്നെ പിന്നീട് ഫോൺ വിളിച്ച സമയത്ത് ഞങ്ങൾ അതുപോലെ തന്നെ അവനോട് പറയുകയും അവൻ അതിൻ്റെ പേരിൽ ഒരുപാട് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്ന് ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യും. അതുകൂടാതെ ഞങ്ങൾക്ക് എന്തു സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ പുറം ലോകത്തോട് തുറന്നു പറയും എന്നുള്ള രീതിയിലേക്ക് വന്നപ്പോഴത്തേക്കും അവൻ പറഞ്ഞു, ഇനി നിങ്ങൾ നിങ്ങളുടേതായ രീതി ചെയ്ത്, എനിക്ക് ഇപ്പോൾ മാക്സിമം നിങ്ങൾക്ക് എല്ലാ കൺട്രിയുടെയും ഞാൻ അടിച്ചു തരാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. ഇത് നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ, നിങ്ങൾക്ക് അത് കാത്തിരിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇനി എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളായിക്കോ, നിങ്ങളുടെ ഇത് ഞാൻ എൻ്റെ അങ്കിളുടെ കയ്യിലാണ് കൊടുത്തിട്ടുള്ളത്, അങ്കിളിനോട് നിങ്ങൾക്ക് അയച്ചു തരാൻ ഞാൻ പറയാം എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, എന്തായാലും ഞങ്ങളുടെ പാസ്പോർട്ട് തിരിച്ചു തരൂ, അടിച്ചത്രയും മതി, ഇനി ആവശ്യമില്ല എന്നുള്ളത്. അങ്ങനെ ഇവൻ നേരിട്ട് വരാതെ കൊറിയറിൽ ഞങ്ങൾക്ക് ഈ ഒരു പാസ്പോർട്ട് അയച്ചു തന്നു. കൊറിയർ ഓഫീസിൽ ഞങ്ങൾ പോയി. കൊറിയർ ഓഫീസിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഞങ്ങളുടെ ആ ഒരു കൊറിയർ
പൊട്ടിച്ച് ഞങ്ങളുടെ എല്ലാവരുടെയും പാസ്പോർട്ട് എടുത്ത് അത് ഓപ്പൺ ചെയ്തപ്പോൾ ശരിക്കും ഞങ്ങൾ ഞെട്ടിപ്പോയി. എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ബാക്കിയുള്ള രാജ്യങ്ങളുടെ ഒന്നും വിസ അടിച്ചിട്ടില്ല എന്നത് മാത്രമല്ല, നമ്മൾ ആ ഒരു രാജ്യത്ത് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്ത വിസ പോലും അതിൽ പതിപ്പിച്ചിട്ടില്ല. അതായത് ഇപ്പോൾ ഞങ്ങൾ ആ രാജ്യത്തുള്ളത് ഇല്ലീഗലായിട്ടാണ്, ഞങ്ങൾക്ക് വിസ ഇല്ല. ഉടനെ തന്നെ ഞങ്ങൾ അവനെ വിളിച്ചപ്പോൾ അവൻ നൈസായിട്ട് കഴിഞ്ഞു. നിങ്ങൾ പറഞ്ഞത് കൊണ്ട് തിരക്ക് ആക്കിയത് കൊണ്ടാണ്, അല്ല എങ്കിൽ അതിൻ്റെ അകത്ത് അടിക്കുമായിരുന്നു എന്നുള്ള രീതിയിലായി അവൻ്റെ സംസാരം. അതുകൂടാതെ ഇത് പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ള രീതിയിലുള്ള ഭീഷണിപ്പെടുത്തൽ കൂടിയായി. ഇതുകൂടി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ എന്തും വരട്ടെ, ഇനിയിപ്പം ഇവനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ട ഒരാവശ്യവുമില്ല എന്നുള്ള എവിടെ നിന്നോ കിട്ടാത്ത എനർജി ഞങ്ങൾക്ക് വന്നു. ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് വന്ന് അവിടെ നിന്നും ഇവൻ റിസപ്ഷനിൽ പോലും പറഞ്ഞില്ല, ഞങ്ങൾ ചെന്നു, ബാഗ് ഒക്കെ പാക്ക് ചെയ്തു, നമ്മളുടെ സൈക്കിളുമായിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി. ആ ഒരു പോക്ക് ഞങ്ങൾ നേരെ പോയത് ഇന്ത്യൻ എംബസിയിലേക്കാണ്. എംബസിയിൽ എത്തിയതിന് ശേഷം അവിടെ നിന്നും ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അവരെ ധരിപ്പിച്ചു. അപ്പം അവരിത് കേട്ടതിന് ശേഷം അവർ പറഞ്ഞു, ഇതുപോലുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ഒരു രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ടല്ലോ, അപ്പം ഇതുമായിട്ട് നിങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇതിൽ എത്ര ദിവസമാണോ നിങ്ങൾ കൂടുതൽ തങ്ങേണ്ടി വന്നത് ആ ഒരു ദിവസത്തിൻ്റെ ഫൈൻ അടച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ രാജ്യത്ത് നിന്നും തിരിച്ചു പോകാൻ പറ്റും എന്നുള്ളത്. എല്ലാം കൊണ്ടും താഴ്ന്ന് ഞങ്ങൾ അങ്ങനെയെങ്കിൽ അങ്ങനെ ഫൈൻ എത്ര രൂപ വരുന്നു അതടച്ച് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്നുള്ള മൈൻഡായി. അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെയും അതുപോലെ തന്നെ നിഷാനയുടെയും സൈക്കിള് ബാക്കി സാമഗ്രികളൊക്കെ ഞങ്ങളവിടെ ഉപേക്ഷിച്ചു. ഫൈസൽ ബ്രോയുടെ അത്രയും സ്വപ്നമായിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ സൈക്കിള് മാത്രം തായ്ലൻഡിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഗ്ലാഡ്സൺ, അപ്പം സുഹൃത്തിൻ്റെ അങ്ങോട്ടേക്ക് അയച്ചു. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ഈ ഒരു കംബോഡിയയുടെ എമിഗ്രേഷൻ ഓഫീസ്, അതായത് എയർപോർട്ടിലല്ലാതെ പുറത്തുണ്ട്. അപ്പം അവിടെയാണ്. അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ 1 മാസം കഴിഞ്ഞിട്ടില്ല, നിങ്ങളുടെ ഓവർ സ്റ്റേ എന്നാണ് ഇതിന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇതുമായിട്ട് എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ എമിഗ്രേഷനിൽ നിങ്ങൾ ഫൈൻ എമൗണ്ട് വരുന്നത് ഓരോ ദിവസത്തിനും ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഉണ്ട്. അപ്പോൾ ആ ഒരു ഫൈൻ എമൗണ്ട് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല എന്നുള്ളത്. അതോടെ ഞങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ പകുതി ജീവൻ തിരിച്ചു വന്നു. അതിനിപ്പോൾ ഫൈൻ അടയ്ക്കാനുള്ള പൈസ കണ്ടെത്തണം. ഒരാൾക്ക് $300 മേലെ എമൗണ്ട് ഫൈന് വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ ആ ഒരു ക്യാഷ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു, ഓട്ടത്തിലായിരുന്നു. ഞങ്ങൾ എവിടെയാണുള്ളതെന്നോ എങ്ങനെയാണ് താമസിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ പിന്നീട് ഇവനെ അറിയാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു. മാക്സിമം ഇവൻ്റെ കോളുകൾ അറ്റൻഡ് ചെയ്യാതിരിക്കാനും വേണ്ടിയും ശ്രമിച്ചു. ഭാഗ്യം പോലെ വേറൊരു കാര്യം ഇതിനിടയ്ക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു സുഹൃത്ത്, അവൻ കംബോഡിയയിൽ ആ ഒരു സമയത്ത് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ചെന്നതിന് ശേഷമാണ് ഈ ഒരു കാര്യം അറിയുന്നത്. അപ്പം അവനോട് ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഫൈൻ അടയ്ക്കാനുള്ള ഒരു എമൗണ്ട് അവൻ അവിടെ നിന്നും അറേഞ്ച് ചെയ്ത് തന്നു, നാട്ടിൽ ചെന്നതിന് ശേഷം തിരിച്ച് എത്തിച്ചാൽ മതി എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്ക് ചെന്നു. അവിടെ ചെന്ന് എമിഗ്രേഷൻ ഓഫീസർ നമ്മളുടെ പാസ്പോർട്ട് കണ്ടപ്പോഴേ അവിടെ നിന്ന് അവർക്ക് കാര്യം മനസ്സിലായി, ഓവർ സ്റ്റേ ഉണ്ടല്ലോ, അതിൻ്റെ ഫൈൻ അടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് സെക്യൂരിറ്റി ക്യാമറകൾ ഇല്ലാത്ത ഒരു മേഖലയിൽ കൊണ്ടുപോയി പൈസ, അതായത് നോർമൽ പൈസ മാത്രമല്ല, എക്സ്ട്രാ നമ്മൾ എമൗണ്ട് കൊടുക്കണം, അതും കൊടുത്ത് അവിടെ നിന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എക്സിറ്റ് അടിച്ച് ഞങ്ങൾ നേരെ തായ്ലൻഡിലേക്ക് പറന്നു. ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ ഈ ഒരു യാത്ര തുടങ്ങിയത്. പക്ഷേ പാതി വഴിയിൽ വെച്ചിട്ട് ഒരു ചതിയിൽപ്പെട്ട് ഞങ്ങൾക്ക് തിരിച്ചു വരേണ്ടി വന്നു. ഞങ്ങളുടെ സൈക്കിളടക്കം എല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നു. ശരിക്കും ആ ഒരു വിസയില്ലാതെ പാസ്പോർട്ട് ഒന്നും കയ്യിലില്ലാതെ ഞങ്ങൾ ആ ഒരു ഹോട്ടലിൽ കഴിഞ്ഞ ആ ഒരു ദിവസങ്ങൾ പിന്നീട് ഞങ്ങൾക്ക് വലിയൊരു ട്രോമയായിട്ട് തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. മാനസികമായിട്ട് ശരിക്കും ഞങ്ങൾ 3 പേരും തകർന്നു പോയി. പിന്നെ ആ ഒരു യാത്ര കണ്ടിന്യൂ ചെയ്യാനുള്ള മാനസികാവസ്ഥയോ സാമ്പത്തിക അവസ്ഥയോ ഞങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ തിരിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങി വരേണ്ട വന്നു. ഈ ഒരു അനുഭവത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയെടുത്തത്, നമ്മൾ ഏതൊരു രാജ്യത്ത് പോകുമ്പോഴും നമ്മളുടെ പ്രധാനപ്പെട്ട ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഐ ഡി എന്ന് പറയുന്നത് പാസ്പോർട്ടും അനുബന്ധ സാധനങ്ങളുമാണ്. അപ്പം ഇത് മാക്സിമം ആർക്കും ഷെയർ ചെയ്യാതിരിക്കാനോ, പിന്നെ ആ ഒരു രാജ്യത്ത് ചെല്ലുന്ന സമയത്ത് അധികം ആളുകളെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാനോ ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പോൾ യാത്രകൾ പോകാൻ വേണ്ടിയിട്ട് കംബോഡിയയും അതുപോലെ ആ ഒരു ഭാഗങ്ങളൊക്കെ വളരെ സുന്ദരമായ സ്ഥലങ്ങളാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ യാത്രകൾ നടത്താം. ഒരുപാട് കാണാൻ ഭംഗിയുള്ള കാഴ്ചകൾ, അനുഭവങ്ങൾ അവിടെയുണ്ട്. പക്ഷേങ്കിൽ നിങ്ങളിനി യാത്ര പോകുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളും ഇതുപോലുള്ള ആളുകളെയും ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കണം. ഇതായിരുന്നു ഞങ്ങളുടെ 7 മാസത്തോളം പ്ലാൻ ചെയ്ത സൗത്ത് ഏഷ്യൻ യാത്രയുടെ അനുഭവങ്ങളും അതുകൂടാതെ ഞങ്ങൾക്കുണ്ടായ അതിൽ നിന്ന് കിട്ടിയ പാഠവും.